എങ്ങനെയുണ്ടായിരുന്നു? ആ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തു. അകത്ത് എത്ര പേരുണ്ട്? കൊളുത്തൂരാൻ സാർ മാത്രമേ ഉള്ളൂ. ഓ, അപ്പൊ അവരോ? പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ? അവർക്ക് നമ്മുടെ അഭിനയം കാണാൻ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അവർക്ക് അപ്പുറത്തെ മുറിയില്ല. ആ ആനന്ദ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അളിയ അടുത്ത നീയും കൂടി മാത്രമല്ലേ ഉള്ളൂ? അതെ. ഓൾ ദി ബെസ്റ്റ് ഡാ. താങ്ക്സ്. ആക്ഷൻ. കാശും പദവിയും കയ്യിൽ വരുമ്പോ ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവരെ മറക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നിന്നെ ആ കൂട്ടത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. പുതിയ താഴ്വരയിൽ നിന്ന് കുന്നിൻ മുകളിലേക്ക് നടന്നു കയറിയവനാണ് ഞാൻ. പക്ഷെ നീ അത് ഓർത്തില്ല. ഇപ്പൊ എന്റെ മനസ്സ് പിടയുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു സർ? കൊള്ളടാ. തമിഴ് ഭേദം നിന്റെ ഒരുത്തരോടുണ്ടല്ലോ, നോക്കാം. പോയിക്കോ. ശരി. എനിക്ക് കിട്ടില്ല. എന്താടാ, എന്ത് പറ്റി? ഞാൻ നാച്ചുറലായിട്ട് അഭിനയിച്ചേ. പക്ഷെ അവർക്ക് ഓവർ ആക്ടിങ് ആയിരുന്നു വേണ്ടിയിരുന്നത്. എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നിനക്ക് കിട്ടണം. ഓവർ ആക്കണേ അളിയ. ഓവർ ആക്കോ? നീ സമാധാനപ്പെടും, ഞാൻ ഓവറാക്കി പൊളിച്ചോളാം. താങ്ക്സ് ഡാ. ഓ, ഒരു ഓവർ പണി കൊടുത്തപ്പോ എന്തൊരു ആശ്വാസ. ടോണി മോനെ കാണാൻ ചിഞ്ചു ഇവിടെ വരുന്നതിന് ആരുടെ സമ്മതം ആവശ്യമില്ല. അപ്പൊ റോയ്ച്ചന്റെയോ? അതാ കൊച്ചാ പറഞ്ഞേ, ആരുടെ. ആഹാ, കൊച്ചാള് കൊള്ളാലോ. ഞാൻ കൊച്ചല്ല, കുറച്ച് വലുതാ. പക്ഷെ ബുദ്ധി വലുതായില്ലെന്ന് മാത്രം. അല്ല മോളെ, തടിയാ ചിഞ്ചുനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ എന്തിയോടി ദേഷ്യം പിടിപ്പിച്ച? പിടിപ്പിച്ച് നോക്ക് നീരച്ചേട്ടാ. എടി പെണ്ണെ, ഞാൻ രണ്ടുപേരെ കൊന്നിട്ടുള്ള മര്യാദക്കല്ലേ നിന്നെ ഞാൻ കൊല്ലും. കൊല്ലം വേണ്ടി കൊണ്ട് വാ, ഞാൻ നിന്ന് തരാം. നീ നിന്നൊന്നും തരണ്ട, നിന്നെ ഞങ്ങൾ ഇവിടെ പിടിച്ച് കെട്ടിയിടാൻ പോവാ. ടോണി മോനെ, നീ എന്നെ കുറ്റം പറയാണോ? കുറ്റമല്ല, എന്തെങ്കിലും പറയാൻ വേണ്ട എനക്ക്. ദേ കൊച്ചേ, മൂഷേട്ടൻ ഇവിടെ പറ്റില്ല കേട്ടോ. മൂച്ചേട്ട് ഞാനല്ല, കൊച്ചാ. സാറേനെ എന്തെങ്കിലും പറഞ്ഞോ? ചായ ഇടിക്കാരൻ വലിയ അഭിപ്രായം പറയണ്ട കേട്ടോ. നീരജേട്ടോ, അവൻ ഞങ്ങളുടെ ആളാ. അത് ഞങ്ങൾ എന്ന് പറയാൻ നീ ആരാടാ? ടോണി അവൻ ഞങ്ങളുടെ ആളാ. അപ്പൊ ഞാൻ, നീ നിന്റെ മാത്രം ആള്. അപ്പൊ ടോണി മോന്റെ അല്ലേ? ഓ അല്ല അല്ല അല്ല. ടോണി മോനെ ഇറങ്ങി പോയി. കൊറേ നാളായി പണ്ടാരം പുറകെ കൂടിയിട്ട്. നീരജെ ഇറക്കി വിടാ അവളെ. ഡാ ടോണി, മതിയാക്ക്. സമാധാനം. ഡാ ടോണി, ഇത് ഇച്ചിരി കൂടിപ്പോയി. കളി കാര്യാവില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇതിനൊക്കെ കൂട്ടുന്നത്. പാവാ കൊച്ച്, കരഞ്ഞിട്ടാ ഇറങ്ങിപ്പോയത്. ടോണി, ഇത് കുറച്ച് കൂടിപ്പോയി. എന്നാ ചെല്ലടാ, പുറകെ ചെന്ന് കുറച്ചിട്ടോ. അതിന്റെ പിറകെ എന്റെ പട്ടി പോവും. അളിയ, എന്നെ ഏൽപ്പിച്ച ജോലി ഇരുന്നു, ഇനി എനിക്ക് പോവാലോ. നീ എന്റെ ആന കുട്ടനല്ലടാ, ഓമന മുത്തല്ല. നീ അല്ലേ എന്റെ ശക്തി. വാ. മതി മതി, ഞാനൊന്ന് കുളിച്ചിട്ടില്ല. പല്ല് വെച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായല്ലേ? എനിക്കിപ്പോ നിന്നോട് പുച്ഛമാണത്. നാണില്ലല്ലോ. എടാ, ഒരു മത്സരമായി കഴിഞ്ഞാൽ അതിൽ പൊരുതി കഷ്ടപ്പെട്ട് തോറ്റു കഴിഞ്ഞാലും അതിലൊരു അന്തസ്സുണ്ട്. അവനവൻ ചെയ്യുന്നതിനോട് അല്പം ആത്മാർത്ഥയും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഒരു തെമ്മാടിത്തരം ചെയ്യില്ലായിരുന്നു. നിന്റെ കൂട്ടുകാരല്ലേ ഇവര് പറയട്ടെ നീ ചെയ്തത് ശരിയായിരുന്നെന്ന്. എന്താടി? അത് റോയ്ച്ചൻ പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളത്. നീ ചെയ്തത് മര്യാദക്കേടാണ്. ഇനി നിനക്ക് ആ ചാൻസ് കിട്ടിയാലും എനിക്കതിൽ സന്തോഷമില്ല. കേട്ടല്ലോ, എന്താ നിന്റെ അഭിപ്രായം? ഇങ്ങനെ നീ ചെയ്യണ്ടായിരുന്നു. നീ ചെയ്തത് വളരെ ചീപ്പായി പോയി ആനന്ദ്. ഷെയിം ഓൺ യു. നിന്നിലുള്ള ഞങ്ങളുടെ ട്രസ്റ്റ് ആണ് നീ ഇപ്പൊ കളഞ്ഞത്. അല്ല, ഇവനെന്ത് ഈ ആംഗ്യം കാണിക്കുന്നത്? പൊട്ട, എന്താ നിന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ തുറന്നു പറയ്, എല്ലാരും കേക്കട്ടെ. അല്ല, ഞാൻ പറയുന്നത് നീ ചെയ്തത് ശരിയാണേലും തെറ്റാണേലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തും. പക്ഷേ നീ ഒരു നടനാവാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ നിൽക്കും. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞത് അവൻ എന്നെ മനസ്സിലായി കാണില്ല. പിന്നെ ആ, ഏതായാലും നിന്റെ ആരാടാ? ആ പയ്യനാ സൂരജ്. ഹലോ. എടാ ആനന്ദേ, കൊളുത്തൂരൻ സാർ എന്നെ വിളിച്ചിരുന്നു. എനിക്കാടാ അവസരം കിട്ടിയത്. ഞാൻ ആ സിനിമയിൽ നായകൻ അറിഞ്ഞപ്പോ എനിക്ക് നിന്നെ വിളിക്കാനാ തോന്നിയത്. തെലുങ്ക് പടാടാ അത്, കിടിലം പ്രൊഡക്ഷനാ. ശരിടാ, ശരി, നന്നായി. നീ എന്താടാ ഇങ്ങനെ? ഹലോ ഡാ. എന്താടാ പറഞ്ഞേ? ഞാൻ അവനോട് ഓവർ ആക്ടിങ് ചെയ്യാൻ പറഞ്ഞ് അവൻ അനുഗ്രഹമായി. തെലുങ്ക് സിനിമാക്കാർക്ക് ഓവർ ആക്ടിങ്ങാ വേണ്ടതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതിനാണ് പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴാന്നുള്ളത്. ഇപ്പൊ മനസ്സിലായോ? എന്നാ റോയ്ച്ചൻ ഇതും കൂടെ അറിഞ്ഞോ?
എനിക്ക് കുഴി കുടിച്ചു തന്നതേ അല്ല, എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നതേ സ്വന്തം അനിയനാ, ടോണി പൊട്ടൻ. അപ്പൊ ഇതായിരുന്നല്ലോ സാർ ഇത്ര നേരം ആംഗ്യം കാണിച്ചോണ്ടിരുന്നത്. മര്യാദയ്ക്ക് അഭിനയിച്ചോണ്ടെന്ന് വെച്ച ചെക്കനെ കുഴിയിലിറക്കിയപ്പോ നിനക്ക് മതിയായല്ലോ. നിന്നെ ഇങ്ങനെ വിട്ട് ഞാൻ പറ്റില്ലല്ലോ. ഉം? ഉം. ഉം. ഒന്ന്, ഉം. രണ്ട്, നേരെ നോക്കിട്ട് മതി എന്ന് പറ പ്ലീസ്. ഇടറാ. പോരാ ചെയ്. 4, ആ മതി ചേടാ. 5, ഫാസ്റ്റ് ഫാസ്റ്റ്. ആ 6. ആ റെസ്റ്റ് ഒന്നുമില്ല നിനക്ക്. ആ മര്യാദ